നമ്മളിന്ന് വേറെ ഏറ്റവും വലിയ ട്രിപ്പ് കേട്ടോ. സമയം 4 മണിയാകുമ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഒറ്റ മൈൻഡല്ല, ഇത് മൈൻഡേ ഇല്ലാത്തൊരു ട്രിപ്പായിരുന്നേ. നമ്മൾ ഇവിടുന്ന് ഉറങ്ങുമായിരുന്നു. ആ ടൈമിൽ ഹാറു വന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് എവിടെയെങ്കിലും പോവാ, അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എവിടെ പോവാന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് വാൽപ്പാറ പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ കേൾക്കേണ്ട താമസം എണീറ്റ് റെഡിയായി. ഹൈസി അത് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ട്രാവൽ ചെയ്യാൻ. 5 മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും ഏകദേശം റെഡി ആയി കഴിഞ്ഞു. പിന്നെ നിച്ചു അവിടെ ഹൈസിയുടെ ഐറ്റംസ് ലൈക്ക് ഫുഡ് ഐറ്റംസ് അതൊക്കെ എടുത്തു വെക്കാണ്. അങ്ങനെ നമ്മൾ ഉമ്മയുടെ അടുത്തൊക്കെ ഒരു ബായ് പറഞ്ഞ് ഇറങ്ങി. ഉമ്മയും പപ്പയും വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പിള്ളേർ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആസ് ഓൾവേസ് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കുറച്ചൊന്ന് മൂവ് ചെയ്തപ്പോഴത്തേനും രാവിലെ ആയി. ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി കുറച്ച് മൂവ് ചെയ്തപ്പോൾ നമ്മളവിടെ ഒരു പെട്രോൾ പമ്പും അതിന് അടുത്ത് തന്നെ ഒരു ചായക്കടയും കണ്ടു. സോ ഫ്രഷ് ആയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബ്രെഡ് ഓംലെറ്റും മാഗി ചായ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങി കഴിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞത് വെച്ചാൽ എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നെച്ച് എന്തെങ്കിലും കഴിക്കുമായിരിക്കും. അതാട്ടെ ഞങ്ങളവിടെ പറഞ്ഞ്. നമ്മൾ ഈ ട്രിപ്പ് പോയത് ജസ്റ്റ് ഒരു ഡ്രൈവ്, ഒരു ഗെറ്റ് അവേ പോലെയാണ്, അല്ലാതെ ന്യൂ പ്ലേസസ് അങ്ങനെ കാണാനല്ല. വാൽപ്പാറ നമ്മൾ ആക്ച്വലി മുമ്പ് പോയിട്ടുള്ളതാണ്, പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈ ടൈം. സോ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ട്വിസ്റ്റ് കണ്ടത്. സോ നമ്മൾ പോവായിരുന്നേ. അപ്പോൾ പോണ ടൈമിൽ വണ്ടികൾ ഭയങ്കര സ്ലോ. അപ്പോൾ നമ്മളാണ് ഏറ്റവും ഫ്രണ്ടിൽ. ഒരു ഗ്രൂപ്പ് ഓഫ് ആന, അങ്ങനെ ഒരു ഫാമിലി. ഈ ബാക്കിലത്തെ 2 ബൈക്കാരാണെങ്കിലുണ്ടല്ലോ, ഇവർ ഫ്രണ്ടിൽ കിടത്തങ്ങ് ഹോൺ അടിക്കുക. ഈ ഹോണ് കേട്ടതും ആന ഫ്രണ്ടിക്ക് വരാം. നമ്മൾ കുറേ ബാക്ക് എടുത്തപ്പോൾ ചെറുതായിട്ട് പേടിച്ചു. എന്നാലും പിന്നെ ആന ഇറങ്ങിയപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഫ്രണ്ടിൽ പോയി. ഇതൊന്നും ഇങ്ങനെ ചത്തില്ല എന്നിട്ട് നമ്മൾ ചിരിക്കണം. സോ ഗൈസ്, നമ്മുടെ ഈ പാസ് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളിവിടെ പെട്ട് കിടക്കാണ്. ഭാഗ്യത്തിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അപ്രൂവ് ആയി. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ തിരിച്ചു പോയാനേട്ടോ. പക്ഷെ അപ്രൂവ് ആയ കാരണം നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു, ഉള്ളിൽ പോയി. എന്നിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. മെയിനായിട്ട് ഹൈസിക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു, അതുകൊണ്ടാട്ടോ അവിടെ നിർത്തിയത്. നമ്മൾ ആക്ച്വലി മുമ്പ് കഴിച്ച കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ചങ്ങ് ഫ്രണ്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ കല്ലിൻ്റെ അടുക്ക പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുക്ക പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ഫുൾ അട്ടയായിരിക്കും ലനാന്ന് പറഞ്ഞേ. ഞാൻ വിചാരിച്ചു അട്ടയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ഓടിയത് ഒച്ചില്ലേ, അതാണ്. പക്ഷേ ഈ അട്ട മറ്റേ ചോര കുടിക്കുന്ന സാധനമാണെന്ന് ഞാൻ ആലോചിക്കണില്ല. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് തട്ടിക്കളയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫോട്ടോ എടുക്കാൻ കയറിയേ. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് കല്ല് വന്നിട്ട് പറഞ്ഞു, ഇടി എൻ്റെ കാലും അട്ട അടിക്കണ്ടോ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടടാ ചോര കുടിക്കുന്ന സാധനം. ഞാൻ ടെൻഷനായില്ലേ, കാരണം ഞാനും പോയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഫുള്ള് പാൻറ്റൊക്കെ പൊക്കി ഇങ്ങനെ നോക്കിയേ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കങ്ങനെ പറഞ്ഞപ്പോൾ ഒരു തോന്നൽ, അയ്യോ എന്താ ഇഴയുന്നുണ്ടെന്ന്. അങ്ങനെ അവളുടെ കാലുമത്തെ ആൽക്കഹോൾ ലൈക്ക് സ്പ്രേ ഉണ്ടായിരുന്നു, അതടിച്ചപ്പോൾ അത് വീണുപോയി. അയ്യോ, ട്രോമറ്റൈസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി മേലിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കുമല്ലോ. ബട്ട് എടുത്ത ഫോട്ടോസ് വീഡിയോസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. സോ കൈൻഡ് ഓഫ് വെർത്ത് ഇറ്റ് അങ്ങനെ പറയാം. സോ ഗൈസ്, നമ്മളിവിടെ ടാറ്റയുടെ ഒരു ഹാൻഡ് പിക്ഡ് കോഫി പൗഡർ വാങ്ങാൻ വേണ്ടി വന്നേക്കണം. വരുന്ന വഴിയാണ് എൻ്റെ ചെരുപ്പ് പൊട്ടി. എന്നിട്ട് ഞാൻ ഹാർ എക്സ്ട്രാ വെച്ചിരുന്ന ക്രോക്സ് എടുത്തിട്ടു. കടിപ്പിക്കട്ടാ ഞാൻ. ഓക്കെ, നമുക്ക് ഇനി അവിടെ പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ചാച്ചയുടെ ഹാൻഡ് പിക്ഡ് ബൈ ചാച്ച കോഫി. അല്ലെങ്കിലും ചക്ക വാങ്ങാൻ വന്നാൽ മാങ്ങയാണല്ലോ ആദ്യം നോക്കുക. കോഫി വഴിക്ക് ബാക്കി എല്ലാം കല്ല് നോക്കുന്നുണ്ട്. അവിടെ ഒരു സൈഡിൽ ഹാറു കോഫിയുടെ കാര്യങ്ങൾ നോക്കുന്നു. വലിയ സ്റ്റോറൊന്നുമല്ല കേട്ടോ, കുട്ടി കടയാണേ. അവിടെ പിന്നെ ഇതിൻ്റെ തന്നെ പാക്ക്ഡ് ബിവറേജസ് ഉണ്ടായിരുന്നു. ഐ തോട്ട് ഇവിടെ നിന്ന് മറ്റേ ടീ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല അവിടെ.
സോ നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വണ്ടി കയറി. ഞാൻ അതിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത കോൾഡ് കോഫി എന്തോ സ്വിസ് കാരമൽ എന്ന് പറഞ്ഞിട്ടൊരിത്. അതിൽ കോഫിയുടെ ഫ്ലേവർ ഉണ്ട്, ബട്ട് കാരമൽ എനിക്ക് ടേസ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ പ്രശ്നമാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും എനിക്ക് പറ്റിയില്ല. സോ ഐ വുഡ് റൈറ്റ് ദാറ്റ് 2 out of 5. അങ്ങനെ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ദിസ് കോൾഡ് കോഫി ബെൽജിയം ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഇതും കൈൻഡ് ഓഫ് വാസ് ഡിസപ്പോയിൻറ്റിങ്. യുനോ എന്താ കറക്റ്റ് ആ ഒരു കോഫി ടേസ്റ്റ് കിട്ടാനില്ല, പക്ഷെ മറ്റേതിനേക്കാളും ബെറ്റർ ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഫ്രഞ്ച് വാനില എന്ന് പറഞ്ഞിട്ടൊരെണ്ണം. വാങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ. ഐ വുഡ് റേറ്റ് ദിസ് എ സോളിഡ് 4.2 out of 5. ഹാൻഡ് പിക്ഡ് ബ്ലെൻഡഡ് CTC ടീ. ചായ വാങ്ങി. പിന്നെ ടാറ്റയുടെ ഗോൾഡ് കോഫി പൗഡർ. പിന്നെ ലാസ്റ്റില് കോഫി ബ്ലാൻഡ് സ്പെഷ്യൽ എഡിഷൻ. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ പോണതാണ്. പോണ വഴി അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിരപ്പള്ളി വാഴച്ചാലും കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാമെന്ന്. കാരണം ഹൈസ് ഇതുവരെ അവിടെ പോയിട്ടില്ല. സോ നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ പോണ വഴി ചെറിയ മഴയും ടോട്ടലി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എല്ലാം കിട്ടി. മഴ, കാറ്റ്, ചെറിയ വെയിൽ, ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ അവൻ ഉറങ്ങണതാണ്. അങ്ങനെ നമ്മൾ അവിടെ അതിരപ്പള്ളി വാഴച്ചാൽ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കണം. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലോസ് ചെയ്യണേക്ക് മുന്നേ നമ്മൾ ടിക്കറ്റ് എടുക്കാമെന്നുള്ള തിരക്കിലായിരുന്നു. ഇതൊക്കെ ഒരു കുരങ്ങൻ വണ്ടിമത്തെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നു. ഞാൻ ആദ്യം വെച്ചാൽ അതെന്താ കാണിക്കണേന്ന്, പിന്നെ നോക്കിയപ്പോൾ അത് കുടിക്കുകയാണ് ആ വെള്ളം. ഇതിപ്പോൾ മഴയായ കാരണം നമ്മളവിടെ കയറി നിൽക്കുന്നതാണ്. ലൈക്ക് നമ്മളിൽ കുടയൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തോ ചന്ദനവും അങ്ങനത്തെ ഐറ്റംസൊക്കെ കല്ല് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി നിന്നു. പിന്നെ മഴ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. നമ്മൾ അങ്ങനെ വാഴച്ചാലിൽ കയറാൻ പോവുകയാണ്. Smile. Smile. കള്ള വെറുതെ നിൽക്കുന്നു. ഇവിടെയുള്ള കുരങ്ങന്മാര് നമ്മളെ കൊണ്ട് ഒന്നും വാങ്ങാൻ സമ്മതിക്കില്ല. വാങ്ങിട്ട് ഓടേണ്ട അവസ്ഥയാണ് കേട്ടോ. കാണിച്ചുതരാം. ഇപ്പൊ അവിടുത്തെ രണ്ടുപേരും ഓടും. ഇപ്പോഴൊന്നും ഇല്ലാണ്ടോ വാഴച്ചാലൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ അതിരപ്പള്ളിക്ക് പോകുന്നു. വാടാ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം അത്യാവശ്യം ടൈം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. ഇനി വിചാരിച്ച് വീട്ടിൽ പോകാമെന്ന്. ബിക്കോസ് എനിക്ക് നാളെ രാവിലെ തന്നെ ബസ് ഉണ്ടായിരുന്നു കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ വീട്ടിലെത്തി പാക്കൊക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഞാനാണെങ്കിൽ രാവിലെ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം വണ്ടി കിടന്നാണ് ഉറങ്ങിയത് ആകെ. സോ എന്നെ ഏകദേശം കാണാൻ പേടിയാവുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി ഡെക്കാത്തലോണിൽ പോയി. ഹാറൂൻ എന്തൊക്കെയോ ജിമ്മിൽ പോകുന്ന ജിം വെയേഴ്സ് അങ്ങനെ വാങ്ങണമായിരുന്നു. സോ നമ്മൾ ഡെക്കാത്തലോണിൽ പോയി. പിന്നെ അവിടെ പോയപ്പോൾ അവിടെ സെയിൽ നടക്കുമായിരുന്നു. സോ നല്ല ആൾക്കാരുണ്ടായിരുന്നേ. ഇവർ എന്തോ ക്യാമ്പിങ്ങിന് പോവാ. സോ ഈ ടെൻറ്റ് വാങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിച്ച് പറഞ്ഞു അതൊന്നും വേണ്ട, ഇപ്പോൾ എന്തായാലും പോണില്ലല്ലോ, പോകുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തളർത്തി. ആ സീനാണേ. ഹൈസിനെ നോക്ക്, ഹൈസി അവിടെ കെടുപ്പായി. അവന് അതാണ് സന്തോഷം. അങ്ങനെ തിരിച്ചു വരുന്ന വഴി നമ്മൾ ഇക്യുവൈസിൽ കയറിയിട്ട് അവിടെ നിന്നൊരു ഇശയം കുഴിമന്തി കഴിച്ചു. ഷവായി മന്തി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇക്യുവൈസിന് ഫുഡ് കഴിക്കുന്നത്. സോ ഐ റെക്കമെൻഡ് യു ഗൈസ് ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സ്ട്രെയിറ്റ് ടു ഹോം.
വീട്ടിൽ പോയിട്ട് എനിക്ക് പാക്ക് ചെയ്യണം, ഫ്രഷ് ആവണം, കുറേ പണികളുണ്ട്. സോ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഷിപ്പൊക്കെ കഴിഞ്ഞിട്ട്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. ഭയങ്കര കയോട്ടിക് ആൻഡ് മെസ്സി വ്ളോഗായിരുന്നു, സോറി ഫോർ ദാറ്റ്. ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. സോ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ബൈ ബൈ.